നമസ്കാരം. ടൂറിസം രംഗത്ത് രാജ്യത്തെ മികച്ച മാതൃകയായി മാറിയ കാന്തല്ലൂരിൽ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിയെന്ന് പരക്കെ ആക്ഷേപം. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ബിസിനസ് കൊഴുപ്പിക്കാൻ ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ടവർ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നാണ് സൂചന. അടുത്ത കാലത്തായി അവധി ദിവസങ്ങളിൽ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അനുദിനം എന്ന വണ്ണം ഇവിടെ ഹോം സ്റ്റേകളും റിസോർട്ടുകളും മറ്റും പെരുകി വരുന്നുണ്ട്. ഇവിടങ്ങളിൽ താമസിക്കാനെത്തുന്നവരെ ഉന്നം വെച്ചാണ് ലഹരി മാഫിയ സംഘങ്ങൾ മേഖലയിൽ എത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കുറഞ്ഞ ചെലവിൽ സഫാരിയും താമസവും മറ്റും ശരിയാക്കാം എന്ന് വിശ്വസിപ്പിച്ച് അടുത്തുകൂടുന്ന ഇക്കൂട്ടർ രാത്രിയിലെ തണുപ്പ് കറ്റാൻ പറ്റിയ സാധനം കൂടി കയ്യിലുണ്ടെന്ന് വിനോദസഞ്ചാരികളെ ധരിപ്പിക്കുകയും ആവശ്യക്കാർ ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ നിലയുറപ്പിച്ച് സാധനം കൈമാറുകയുമാണ് ഇവരുടെ രീതിയെന്നും മറ്റുമുള്ള വിവരങ്ങളും പ്രചരിക്കുന്നുണ്ട്. മേഖലയിൽ വ്യാപകമായി കഞ്ചാവ് വിറ്റഴിക്കപ്പെടുന്നുണ്ടെന്നുള്ള വിവരം പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി. MDMA അടക്കമുള്ള വില കൂടിയ രാസലഹരി എത്തിച്ചു നൽകുന്നതിനും വെളിപ്പുറത്ത് ആളുണ്ടെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പ്രദേശവാസികളും വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരിൽ ചിലരുമാണ് മയക്കുമരുന്ന് വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണികൾ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ലഹരി മാഫിയ സംഘം ചുറ്റിക്കറങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തു വന്നിട്ടും തടയിടാൻ പോലീസ് എക്സൈസ് അധികൃതർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഇവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അടുത്തിടെ ഉണ്ടായ സംഘർഷത്തിന് കാരണം മയക്കുമരുന്നുകളുടെ അമിത ഉപയോഗമാണെന്നുള്ള ആരോപണവും ശക്തിപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികൃതർ അലംഭാവം തുടർന്നാൽ ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒട്ടുമിക്കതും ലഹരി മരുന്നുകൾ വിറ്റഴിക്കപ്പെടുന്ന പ്രധാന കേന്ദ്രങ്ങളായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.